ഹൈ ഓൾ വെൽക്കം ടു എഫ് സീസൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാം. സോ ട്രേഡിംഗിൽ വരുന്ന ഒരു ബിഗിനർ ആണെങ്കിലും ട്രേഡിംഗിൽ ഇതുവരെ സക്സീഡ് ആവാത്ത ആൾക്കാർ മീൻസ് 1 to 2 years അല്ലെങ്കിൽ 3 years എത്ര വർഷമായിട്ടാണെങ്കിലും ട്രേഡിംഗിൽ നിന്നിട്ട് സക്സീഡ് ആവാത്ത ആൾക്കാരാണെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആവാത്ത കാരണം നിങ്ങളുടെ ആവശ്യം പ്രോഫിറ്റ് മാത്രമാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് മാർക്കറ്റിന് നിങ്ങളൊരു ടൈം കൊടുക്കുക. അതായത് നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മാർക്കറ്റിനെ പഠിക്കാൻ ശ്രമിക്കുന്നത്, ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ട്രേഡിംഗിൽ ഒരിക്കലും നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ട സ്കില്ല് മാസ്റ്ററിംഗ് ദ ചാർട്ട്സ് അല്ല, മാസ്റ്ററിംഗ് യുവർ സെൽഫ്. നിങ്ങളെ മാസ്റ്റർ ചെയ്യേണ്ടത് അല്ല, നിങ്ങൾ ചാർട്ടിനെ മാസ്റ്റർ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ലോങ് ടേമിൽ നിങ്ങൾ എന്താ ചെയ്തു പോകേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ സൈക്കോളജി, നിങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ട്രേഡിംഗിൽ മുന്നോട്ട് പോകാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളൊരു സക്സസ്ഫുൾ ട്രേഡർ ആവുള്ളൂ. ഈ 95% അല്ലെങ്കിൽ 96% ആൾക്കാരും ട്രേഡിംഗിൽ ഫെയിൽ ആവുന്നത് ട്രേഡിംഗിൽ വന്ന ഉടനെ തന്നെ അവരുടെ ആവശ്യം പ്രോഫിറ്റ് ആണ്. വേറെ ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും അവിടെ ഒരു എലിജിബിലിറ്റി ഉണ്ട്. ഒരു 12th വരെ പഠിച്ചിട്ട് നമുക്ക് ഒരു ഡിഗ്രിക്ക് ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും കയറാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാത്തിനും ബേസിക് എലിജിബിലിറ്റി ഉണ്ട്. ട്രേഡിംഗിന്റെ എലിജിബിലിറ്റി ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ബൈ ചെയ്യുക, സെല് ചെയ്യുക കഴിഞ്ഞു. സോ ഈ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ് ആരും പ്രോഫിറ്റബിൾ ആവാത്തത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട എന്താണ്, ട്രേഡിംഗിൽ നിന്ന് നിങ്ങൾക്ക് ഈ നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ കാണുന്ന ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഈ ബുക്കാട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന റോളക്സിന്റെ വാച്ച്, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടേ. നിങ്ങൾക്ക് ട്രേഡിംഗിന് ആദ്യം വേണ്ട എന്താണ്, നിങ്ങൾക്ക് കാർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ റോളക്സ് വാച്ച് വാങ്ങാനല്ലോ ട്രേഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഫൈനാൻഷ്യലി നിങ്ങൾ ഫ്രീ ആവാനായിട്ടാണ്. ഫൈനാൻഷ്യലി ഫ്രീ ആവണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എന്താ വേണ്ടത്, ഇടുന്ന ക്യാപിറ്റൽ നിങ്ങൾക്ക് അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഫണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ആഡ് ചെയ്താൽ ആ കിടക്കുന്ന ഫണ്ടിനെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ ലോങ് ടേമിന് അത് കോമ്പൗണ്ട് ചെയ്തോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ. അല്ലാതെ 1 ലക്ഷം രൂപ കൊണ്ടുവന്നു, 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയായി, അതിനുശേഷം പിന്നെ അത് 0 ആയി, അടുത്ത് പിന്നെയും ഫണ്ട് കൊണ്ടുവന്നു, ഇതേ പ്രോസസ് റിപ്പീറ്റ് ചെയ്തിട്ട് എന്താ കാര്യം. ഇപ്പൊ ഒരു ട്രേഡർ ആണെങ്കിൽ, ഒരു ബിഗിനർ ട്രേഡർ ആണെങ്കിൽ ആദ്യം നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട സ്കിൽ എന്താ, ഇടുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അതിനുശേഷമാണ് പ്രോഫിറ്റ്. ആദ്യം നിങ്ങൾ ഇടുന്ന ഫണ്ട് പ്രൊട്ടക്ട് ചെയ്ത് പഠിക്കുക, അതിൽ നിന്ന് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഫണ്ട് കൂട്ട്. ഒരു ട്രേഡർ ആയെന്ന് നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 5 lakhs 10 lakhs നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ട്രേഡ് എടുക്കാൻ പറ്റണം. അതല്ലാതെ ദൈവമേ ഇന്ന് പോകും നാളെ പോകുന്നു പേടിച്ച് ട്രേഡ് എടുത്ത് നിങ്ങൾ എങ്ങനെ ട്രേഡർ ആവുന്നത്. സോ ആദ്യം വേണ്ടത് ലോസ് അക്സെപ്റ്റ് ചെയ്ത് പഠിക്കുക, ലോസ് അക്സെപ്റ്റ് ചെയ്യും, പ്രോഫിറ്റിനെ പറ്റി വിട്. ഒരു 10,000 രൂപയ്ക്ക് നിങ്ങൾ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 100-150 ലോസ് ആകുമ്പോൾ നിർത്ത്. ആ ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പ്രോഫിറ്റ് തരുമ്പോൾ മാർക്കറ്റ് വാരിക്കോരിയ പ്രോഫിറ്റ് തരുന്നത്. ബട്ട് അതുപോലെ തന്നെ എന്താ, പ്രോഫിറ്റ് തരുന്ന സമയത്ത് മാർക്കറ്റ് വാരിക്കോരി തരുന്ന സമയത്ത് നമ്മൾ വളരെ കുറച്ച് പ്രോഫിറ്റ് എടുത്ത് പറയുകയും ചെയ്യും. ലോസ് വരുന്ന സമയത്ത് മാർക്കറ്റിന് അറിയാം നമുക്ക് തന്ന പൈസ എങ്ങനെ തിരിച്ച് കൊണ്ടുപോകേണ്ടതാണ്. സോ മനസ്സിലാക്കുക, ട്രേഡിംഗ് ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു പ്രൊഫഷനായിട്ട് കാണല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും പ്രോഫിറ്റബിൾ ട്രേഡർ ആവില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ന് തൊട്ടാണോ നിങ്ങളുടെ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് അച്ചീവ് ആയി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരുന്നത്, ആ സമയം തൊട്ട് മാർക്കറ്റ് തരുന്ന റിവാർഡാണ് പ്രോഫിറ്റ്. അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പ്രോപ്പർ ആയിട്ടാണ്, പ്രോപ്പർ ഗൈഡൻസിലാണ് നിങ്ങൾ ചെയ്തു പോകുന്നത്, പ്രോപ്പർ സിസ്റ്റം വെച്ചിട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോങ് ടൈം നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും. 100% ഷുവർ. ഏതൊരു പ്രൊഫഷൻ പോലെ ട്രേഡിംഗിന് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. ബട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ലേണിംഗ് ഫേസിൽ നിങ്ങളത് മാറ്റി വെക്കുക. ലേണിംഗ് ഫേസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റിനെ പറ്റി ചിന്തിച്ചു തുടങ്ങാം. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ.